പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 10 രൂപ വീതം എക്സൈസ് തീരുവ കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം സാധാരണക്കാരന് ആശ്വാസമാകില്ല. തീരുവ കുറച്ചെങ്കിലും ഇതിന്റെ ഗുണം പമ്പുകളിൽ വിലക്കുറവായി പ്രതിഫലിക്കില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്നതോടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന കനത്ത നഷ്ടം നികത്താനാണ് ഈ നടപടി. ചുരുക്കത്തിൽ സർക്കാരിന്റെ നികുതി ഇളവ് എണ്ണ കമ്പനികളുടെ ഖജനാവിലേക്കാണ് നേരിട്ടെത്തുന്നത്. തീരുവ കുറച്ചതോടെ കേന്ദ്രം ഈടാക്കുന്ന എക്സൈസ് നികുതി പെട്രോളിന് ലിറ്ററിന് 3 രൂപയായും ഡീസലിന് 0 കുറഞ്ഞു. എന്നാൽ പമ്പുകളിൽ വില കുറയ്ക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ മാസം ബാരലിന് $70 ആയിരുന്ന ക്രൂഡ് ഓയിൽ വില യുദ്ധപശ്ചാത്തലത്തിൽ $122 നിലവിലെ വിലയിൽ ഇന്ധനം വിൽക്കുമ്പോൾ IOC, BPCL, HPCL എന്നീ കമ്പനികൾക്ക് പ്രതിദിനം 2400 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ലോകമെങ്ങും ഇന്ധനവില 50% വർദ്ധിച്ചപ്പോഴും ഇന്ത്യയിൽ വില ഉയർത്താതെ പിടിച്ചു നിർത്താൻ ഈ നികുതി ഇളവ് സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. 2 വഴികളാണ് സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്. ഒന്നുകിൽ വില വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഭാരം സർക്കാർ ഏറ്റെടുക്കുക. ജനങ്ങളെ സംരക്ഷിക്കാൻ രണ്ടാമത്തെ വഴി ഞങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. പൊതുമേഖലാ കമ്പനികൾ വില പിടിച്ചു നിർത്തുമ്പോഴും രാജ്യത്തെ 7000-ഓളം പമ്പുകളുള്ള സ്വകാര്യ കമ്പനിയായ നയാര എനർജി വില വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കൂട്ടിയത്. പ്രാദേശിക നികുതികൾ കൂടി ചേരുമ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവരുടെ പമ്പുകളിൽ വില ഇനിയും ഉയരും. നിലവിൽ വിപണിയുടെ സിംഹഭാഗവും പൊതുമേഖലയിലായതിനാൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇന്ധന പ്രതിസന്ധിയും ഊർജ്ജ സുരക്ഷയും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മുഖ്യമന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. നികുതികൾ കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രം ആവശ്യപ്പെട്ടേക്കും. കേന്ദ്രം നികുതി കുറച്ച മാതൃകയിൽ സംസ്ഥാനങ്ങളും സംസ്ഥാന നികുതി കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഇനിയും എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങളോടും കേന്ദ്രം അഭ്യർത്ഥന നടത്തുന്നത്. 60 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരവും 30 ദിവസത്തേക്കുള്ള LPG സിലിണ്ടറുകളും രാജ്യത്ത് കരുതലുണ്ടെന്ന് സർക്കാർ യോഗത്തിൽ വ്യക്തമാക്കും. പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുപോയാൽ ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ നേരിടാനുള്ള കർമ്മ പദ്ധതിക്കും യോഗം രൂപം നൽകും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത് മൂലം എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ എക്സൈസ് തീരുവ കുറച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇളവ് പെട്രോൾ പമ്പുകളിലെ വിലയിൽ പ്രതിഫലിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം നിലവിൽ 2400 കോടി രൂപയോളം നഷ്ടമുണ്ടാക്കുന്നുവെന്നും കേന്ദ്രം പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് ശേഷം പല രാജ്യങ്ങളിലും 20 മുതൽ 50% വരെ ഇന്ധനവില വർദ്ധിച്ചുവെന്നും ഇന്ത്യയിൽ ഈ വില വർധനവ് തടഞ്ഞു നിർത്തിയതായും കേന്ദ്ര സർക്കാർ പറഞ്ഞു.